സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ കെ.എസ്.ആർ.ടി.സി ഇന്നോ നാളെയോ ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നതാണ് വിവരം. ഓർഡിനറി ബസ്സിൽ മാത്രം പദ്ധതി നടപ്പിലാക്കിയാൽ മാസം 60 കോടി നഷ്ടമുണ്ടാകുമെന്നാണ് കെ.എസ്.ആർ.ടി.സിയുടെ വിലയിരുത്തൽ. പ്രതിദിനം 10 ലക്ഷം സ്ത്രീകളാണ് കെ.എസ്.ആർ.ടി.സിയിൽ സഞ്ചരിക്കുന്നത് എന്നാണ് കെ.എസ്.ആർ.ടി.സിയുടെ കണക്ക്. ഇന്നലെ കെ.എസ്.ആർ.ടി.സി ഉന്നത ഉദ്യോഗസ്ഥർ ഗതാഗത മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയും ചെയ്തു. RB സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സനൂപ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കെ.എസ്.ആർ.ടി.സിയിലെ യാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് നമ്മുടെ നാരികൾ. അപ്പോൾ ഓർഡിനറി ബസ്സിലാണ് ഈ യാത്ര എങ്കിൽ തന്നെ ഇത്രയും അധികം തുക ചെലവാക്കണം. നേരത്തെ തന്നെ, അതായത് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തുക വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് സർക്കാരിനോട്. അതിനപ്പുറത്തേക്ക് തീരുമാനമാണ് എന്തായാലും നടപ്പാക്കേണ്ടി വരും. മറ്റ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ സർക്കാർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളത് കൂടെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ടല്ലേ സനൂപ്? തീർച്ചയായിട്ടും ജിൽസി, കെ.എസ്.ആർ.ടി.സിയെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാവുന്ന ഒരു പദ്ധതി തന്നെയാണ്. പക്ഷേ കെ.എസ്.ആർ.ടി.സി എതിർക്കുന്നില്ല ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര. കാരണം സർക്കാർ കൃത്യമായിട്ട് സബ്സിഡി അനുവദിച്ചു തന്നാൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കെ.എസ്.ആർ.ടി.സി അറിയിക്കുന്നത്. തുടക്കത്തിൽ തന്നെ കെ.എസ്.ആർ.ടി.സി 4 ദിവസം ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കി അതിലൂടെ കണക്കുകൾ ശേഖരിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ വീണ്ടും ഇപ്പോൾ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കി ഈ സർവേ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കെ.എസ്.ആർ.ടി.സി ഉടൻ തന്നെ ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം. ഇന്നോ നാളെയോ, ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ നാളെയോ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം. അതിൽ ഏത് രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന കാര്യമൊന്നും കെ.എസ്.ആർ.ടി.സി പറയില്ല. പകരം കെ.എസ്.ആർ.ടി.സിയുടെ ഈ കണക്ക്, അതായത് ഓരോ ബസ്സിലും എത്ര സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്, അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് കൂടുതൽ, തുടങ്ങിയ വിശദമായിട്ടുള്ള ഒരു കണക്ക് സമർപ്പിക്കാനാണ് കെ.എസ്.ആർ.ടി.സി തീരുമാനിച്ചിട്ടുള്ളത്. ഓർഡിനറി ബസ്സിൽ മാത്രം ഈ പദ്ധതി നടപ്പിലാക്കിയാൽ 60 കോടി രൂപ കെ.എസ്.ആർ.ടി.സിക്ക് സർക്കാർ നൽകേണ്ടി വരും. ആ രീതിയിൽ ഒരു നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്കാണ് കെ.എസ്.ആർ.ടി.സി എടുത്തിട്ടുള്ളത്. പ്രതിദിനം കെ.എസ്.ആർ.ടി.സിയിൽ 10 ലക്ഷം സ്ത്രീകൾ സഞ്ചരിക്കുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ അവർ എടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കണക്കായിരിക്കും സമർപ്പിക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ ഗതാഗത മന്ത്രി CP ജോണിനെ കെ.എസ്.ആർ.ടി.സി CMDയും ഫിനാൻസ് ഓഫീസറും അതേപോലെ ഓപ്പറേറ്റിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറും കണ്ട് കാര്യങ്ങൾ കുറച്ചു നേരം ധരിപ്പിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഗതാഗത സെക്രട്ടറി PV നൂഹും കെ.എസ്.ആർ.ടി.സി CMDയുമായിട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഗതാഗത സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും കെ.എസ്.ആർ.ടി.സി ആദ്യമേ തന്നെ ഈ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 15 മുതലാണ് കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കെ.എസ്.ആർ.ടി.സിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചിട്ടായിരിക്കും സർക്കാർ ഏത് രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ക്യാബിനറ്റ് കൂടിയാണ് അതിന്റെ അന്തിമഘട്ടം തയ്യാറാക്കുക.